ഭരണങ്ങാനം തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ആഘോഷത്തിന് കൊടിയേറി. രാവിലെ 11-ന് ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങിയിട്ട് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ജൂലൈ 28-നാണ് പ്രധാന തിരുനാളാഘോഷം നടക്കുന്നത്. ഭാരതത്തിലെ പ്രഥമ വിശുദ്ധയായ അൽഫോൻസാമയുടെ തിരുനാളാഘോഷങ്ങൾക്ക് ഭരണങ്ങാനത്തെ സെന്റ് അൽഫോൻസ തീർത്ഥാടന കേന്ദ്രത്തിൽ തുടക്കമായി. തിരുനാളാഘോഷങ്ങളുടെ കൊടിയേറ്റ് കർമ്മം പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് നിർവഹിച്ചു. എല്ലാ വേദനകളുടെ നടുവിലും നമ്മുടെ സംഗീതവും അതിൻ്റെ സൗന്ദര്യവും പോയറ്റിക്കലാകാനുള്ള നമ്മുടെ ആ ഒരു ഉൾവിളി നമ്മൾ കണ്ടു. അൽഫോൻസാമയുടെ സൂക്തങ്ങളെല്ലാം പോയറ്റിക്കലാണ്, പ്രോസായിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നതെങ്കിലും അതെല്ലാം പോയറ്റിക്കലാണ്. സകലത്തിലൂടെ അമ്മ ഈശോയുടെ സ്വരൂപത്തിലും സ്വഭാവത്തിലും പങ്കുചേരുകയാണ്. ഈശോയുടെ സ്വരൂപം, ഈശോയുടെ സ്വഭാവം, അതാണ് അമ്മയുടെ ചരിത്രം, അമ്മയുടെ വേദനയുടെ ചരിത്രം. വിശ്വാസം എന്ന് പറയുന്നത് വിശേഷപ്പെട്ട ശ്വാസമാണെന്ന് പറയാറുണ്ട്. വിശേഷപ്പെട്ട ശ്വാസമാണ്. ദൈവം ശ്വാസം നമ്മളിലേക്ക് ഊതി ജീവൻ നൽകി. അതാണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ വിശ്വാസ പ്രമാണവും. 10 നാൾ നീണ്ടു നിൽക്കുന്ന ആത്മീയ ചൈതന്യം പ്രസരിപ്പിക്കുന്ന തിരുനാളാഘോഷങ്ങൾക്കാണ് തുടക്കമായത്. കൊടിയേറ്റ് കർമ്മത്തിന് ശേഷം മാർ മാത്യു അറയ്ക്കൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി. പ്രധാന തിരുനാൾ ദിവസമായ ജൂലൈ 28 വരെ എല്ലാ ദിവസവും രാവിലെ 5:30 മുതൽ വൈകുന്നേരം 7 വരെ തുടർച്ചയായി വിശുദ്ധ കുർബാനകൾ നടക്കും. വിവിധ രൂപതാധ്യക്ഷന്മാരും വൈദിക ശ്രേഷ്ഠരും കുർബാനയ്ക്ക് നേതൃത്വം നൽകും. തിരുനാൾ ദിവസങ്ങളിൽ 140ഓളം വൈദികരാണ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. ജൂലൈ 24-ന് വ്യാഴാഴ്ച രാവിലെ അൽഫോൻസ നാമധാരി സംഗമവും നടക്കും. അൽഫോൻസാമയെ ദൈവദാസിയായി പ്രഖ്യാപിച്ച ശേഷം ധാരാളം വ്യക്തികൾ അൽഫോൻസാമയുടെ പേര് സ്വീകരിച്ചിട്ടുള്ള സാഹചര്യത്തിലാണ് അൽഫോൻസ നാമധാരി സംഗമം നടക്കുന്നത്. ജൂലൈ 27, ജൂലൈ 28 ദിനങ്ങളിലെ പ്രധാന തിരുനാൾ കുർബാനകൾ ഫൊറോന പള്ളിയിലാണ് നടക്കുന്നത്. പ്രധാന തിരുനാൾ ദിനമായ ജൂലൈ 28-ന് ആഘോഷമായ തിരുനാൾ കുർബാന പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് അർപ്പിക്കും. മാർ ജോസഫ് ശ്രാമ്പിക്കൽ സഹകാർമ്മികനായിരിക്കും. 12:30-ന് പ്രധാന ദേവാലയത്തിൽ നിന്നും പ്രദക്ഷിണം ആരംഭിച്ച് അൽഫോൻസ തീർത്ഥാടന കേന്ദ്രത്തിലെത്തി സംയുക്തമായി നഗരവീഥിയിലൂടെ നീങ്ങി വീണ്ടും ഇടവക ദേവാലയത്തിലെത്തും. 10 ദിവസം നീണ്ടു നിൽക്കുന്ന അൽഫോൻസാമയുടെ തിരുനാളാഘോഷത്തിൽ പങ്കെടുക്കാൻ ഭക്തസഹസ്രങ്ങളാണ് ഭരണങ്ങാനത്തേക്ക് എത്തുന്നത്. ഭരണങ്ങാനം തീർത്ഥാടന കേന്ദ്രത്തിലെത്തുന്ന വിശ്വാസികൾക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.